തമിഴ്നാട്ടിൽ ഒരു വലിയ രീതിയിലുള്ള നാടകീയ നീക്കങ്ങൾ നടന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പ്രതികരണം വരുന്നുണ്ട്. അത് പറയുമ്പോഴേ രാഖി, ഈ ഉദയനിധി സ്റ്റാലിന്റെ സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് മുഖഭാവങ്ങൾ വിരിയുന്ന ഒരു നടനല്ല അദ്ദേഹം സ്റ്റാലിൻ. പക്ഷേ സ്റ്റാലിനും കരുണാനിധി ഇതിനേക്കാൾ മനോഹരമായി അഭിനയിക്കാറുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് കരുണാനിധിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്തു പോയപ്പോൾ കരുണാനിധി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് കയറിയത്. അത് വലിയ രീതിയിൽ ഇമ്പാക്ട് തമിഴകത്ത് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ സ്റ്റാലിൻ പാർലമെന്റിൽ നിന്നും ശബ്ദ വലിച്ചീറി ഇറങ്ങി വരുന്നൊരു ദൃശ്യമുണ്ട്, ഒരു MP വലിച്ചീറി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നാടകീയമായ നീക്കങ്ങൾ. പക്ഷെ 2026 കാര്യങ്ങൾ അങ്ങനെയല്ല. നാടകീയ തൊട്ട് മുഖത്ത് വിരിയാതെ, പക്ഷെ നാടകീയ അറസ്റ്റ് ആയിരുന്നു. ശരി, എന്തായാലും നോക്കാം അല്ലേ. ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് അഹങ്കാര രാഷ്ട്രീയത്തിന് ലഭിച്ച ജനാധിപത്യത്തിന്റെ മറുപടിയെന്ന് ശബരിമല കർമ്മസമിതി. സ്റ്റാലിൻ ചെയ്ത ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും നേരത്തെ സനാതന ധർമ്മത്തെ ആക്ഷേപിച്ച ഉദയനിധി ഭരണത്തിന്റെ സ്വാധീനത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ വിമർശിച്ചു. അനാവശ്യമായി വിശ്വാസത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാർക്ക് ഇതൊരു പാഠമാകട്ടെ എന്നും SJR കുമാർ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, കർമ്മ എന്നൊന്നുണ്ടല്ലോ. കാരണം സനാതന ധർമ്മത്തെ അങ്ങേയറ്റം അവഹേളിച്ച അച്ഛനും മകനുമാണ് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും. ഇപ്പോൾ SJR കുമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയുന്നത്? അശ്വതി പറഞ്ഞതുപോലെ തന്നെ ആ കർമ്മ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു നടപടിയെ എടുത്ത് കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, DMK ഭരിച്ചിരുന്ന കാലത്ത് തമിഴ്നാട്ടിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഹൈന്ദവ വിരുദ്ധമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. കാരണം തുടർച്ചയായി ഉണ്ടായിരുന്ന ഹൈന്ദവ നിന്ദ, ഒപ്പം തന്നെ സനാതനം വൈറസ് പോലെയാണെന്നും ഈ ഭൂമുഖത്ത് തന്നെ അതിനെ തുടച്ചു കളയേണ്ടതുണ്ട് എന്നും നിരന്തരമായിട്ടുള്ള അച്ഛൻ്റെയും മകൻ്റെയും പ്രഖ്യാപനങ്ങൾ, അത് നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രഖ്യാപനങ്ങൾ, നിരവധി DMK മന്ത്രിമാരുടെയും നേതാക്കളുടെയും സമാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഹൈന്ദവ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും നിരന്തരം അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ, ഒപ്പം തന്നെ DMK ഭരണകാലത്ത് തമിഴ്നാട്ടിൽ ഉണ്ടായ ക്ഷേത്രധ്വംസനങ്ങൾ, നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നാണ് ശബരിമല കർമ്മസമിതി പറയുന്നത്. അത്തരത്തിൽ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഹൈന്ദവ നിന്ദയ്ക്കെതിരെയുള്ള ഒരു തിരിച്ചടി എന്ന വണ്ണമാണ് ഇപ്പോഴത്തെ ഈ നടപടിയെ കാണുന്നത്. കാരണം കഴിഞ്ഞ സമയങ്ങളുണ്ടായ ഈ ഇത്തരം ഹൈന്ദവ നിന്ദകൾക്കെതിരെ ഹൈന്ദവ വിശ്വാസികൾ വലിയ രീതിയിലുള്ള വിഷമത്തിലായിരുന്നു, വലിയ രീതിയിലുള്ള അമർഷം അവർക്കുണ്ടായിരുന്നു. അതാണ് അവർ തെരഞ്ഞെടുപ്പിലൂടെ അവർ പ്രകടമാക്കിയത് എന്നാണ് ശബരിമല കർമ്മസമിതി പറയുന്നത്. അത് തെരഞ്ഞെടുപ്പിലൂടെ ഇത്തരത്തിൽ പ്രകടമാക്കിയെങ്കിലും ഈ സ്റ്റാലിനെതിരെയും ഉദയനിധി സ്റ്റാലിനെതിരെയും ഇത്തരത്തിലൊരു നടപടി അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ കേസിലല്ലായിരുന്നു, ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങളുടെ പേരിലായിരുന്നു. പക്ഷേ ഭരണത്തിൻ്റെ ആ ഒരു സ്വാധീനം കൊണ്ട് അവർക്കെതിരെയുള്ള നടപടികളെല്ലാം തന്നെ അവർ തട്ടിമാറ്റില്ല, അത് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു വിജയ്ക്കും അതുപോലെ തന്നെ നടി തൃഷയ്ക്കെതിരെയുമുള്ള ഒരു പരാമർശം, അത് അങ്ങേയറ്റം അവഹേളനപരമായിട്ടുള്ള പരാമർശത്തിൻ്റെ പേരിലാണെങ്കിലും കോടതി കയറേണ്ടി വന്നു. ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് പറയുന്നത്. ഈ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഭരണത്തിനും ആ ഒരു രാഷ്ട്രീയത്തിനുമെതിരെയുള്ള ജനാധിപത്യത്തിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശബരിമല കർമ്മസമിതി വ്യക്തമാക്കുന്നത്. SJR കുമാർ ആ തരത്തിലാണ് ഇതിനെ വിമർശിക്കുന്നത്. മാത്രമല്ല, തുടർന്നുള്ള സംഭവ വികാസങ്ങളെ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇനിയും ഉദയനിധി സ്റ്റാലിനും ഇത്തരത്തിൽ നിയമ നടപടി നേരിടേണ്ടി വരും. ഇപ്പോഴത്തെ ഈ സംഭവത്തിൻ്റെ പേരിൽ മാത്രമല്ല, അന്ന് പറഞ്ഞ ഓരോ വാക്കിനും നിയമ നടപടിക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് ഇപ്പോൾ ശബരിമല കർമ്മസമിതി ഉയർത്തുന്ന വിമർശനം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവഹേളനപരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വിജയ്ക്കെതിരെ നടത്തിയ ഈ സംഭവം ഇതൊരു താക്കീതാണ്. അത് അവൻ അനാവശ്യമായി വിശ്വാസികളെ ഹനിക്കുന്ന, അതുപോലെ തന്നെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അതിൽ ഇടപെടുന്ന തന്നെയാണ്. എന്തായാലും ഇത് തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ കോളിളക്കം, ഒരു നാടകീയ നീക്കം, സിനിമ പോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നു. സനാതനധർമ്മം ഇല്ലാതാക്കണം, സനാതനധർമ്മം വൈറസ് ആണെന്ന് പറഞ്ഞ് സ്റ്റാലിന്റെ മകന് കിട്ടിയ കൃത്യമായ മറുപടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.